ലോകം കമിക്കാസെ ഡ്രോണുകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യ വെറും നിരീക്ഷകനായി നിന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾക്കനുസൃതമായ ലോയിറ്ററിംഗ് മ്യൂണിഷൻ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ന് ഇന്ത്യൻ സേന ഉപയോഗിക്കുന്നതും പരീക്ഷണഘട്ടത്തിലുള്ളതും ഭാവിയിൽ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതുമായ നിരവധി പദ്ധതികൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ പുതിയ ഉയരത്തിലേക്ക് നയിക്കുന്നു. ഇന്ത്യയുടെ ലോയിറ്ററിംഗ് മ്യൂണിഷൻ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് നാഗാസ്ത്ര 1. സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെയും എക്കണോമിക് എക്സ്പ്ലോയിറ്റ് ലിമിറ്റഡിൻ്റെയും നേതൃത്വത്തിൽ വികസിപ്പിച്ച ഈ സംവിധാനം ഇന്ത്യൻ കരസേനയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 60 മിനിറ്റിലധികം എൻഡ്യൂറൻസും പകൽ രാത്രി നിരീക്ഷണത്തിന് അനുയോജ്യമായ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡുകളും കൃത്യതയേറിയ നാവിഗേഷൻ സംവിധാനവും കൂടാതെ ദൗത്യം റദ്ദാക്കിയാൽ സുരക്ഷിതമായി തിരിച്ചിറക്കാനുള്ള റിക്കവറി കാപ്പബിലിറ്റി എന്നിവയുമാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. നാഗാസ്ത്രയുടെ അടുത്ത പതിപ്പുകളായ നാഗാസ്ത്ര 1R, നാഗാസ്ത്ര 2, നാഗാസ്ത്ര 3 തുടങ്ങിയവ കൂടുതൽ പ്രവർത്തന പരിധിയും കൂടുതൽ സമയം ആകാശത്ത് തുടരാനുള്ള കഴിവും AI അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന ഘട്ടത്തിലാണ്. അടുത്തത് ALS-50. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവും ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസും ചേർന്ന് വികസിപ്പിച്ച ALS-50 ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ ലോയിറ്ററിംഗ് മ്യൂണിഷൻ പദ്ധതികളിൽ ഒന്നാണ്. വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് അഥവാ VTOL സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. റൺവേയോ കാറ്റൽപുൾട്ട് ലോഞ്ചറോ ഇല്ലാതെ നേരിട്ട് പറന്നുയരാൻ കഴിയുന്നതിനാൽ മലനിരകൾ, വനപ്രദേശങ്ങൾ, അതിർത്തി മേഖലകൾ എന്നിവിടങ്ങളിൽ ഇത് വിന്യസിക്കാൻ കൂടുതൽ അനുയോജ്യമാണ്. 50 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇവയുടെ പരിഷ്കരിച്ച പതിപ്പാണ് ALS-250. അടുത്തതായി ഭീഷൺ എന്ന മൾട്ടി ബാരൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻ ലോഞ്ചർ സിസ്റ്റമാണ്. ശത്രുസൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഒരേ സമയം നിരവധി ഡ്രോണുകൾ അയച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്ന സ്വാം അറ്റാക്ക് രീതിക്കാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു മിലിറ്ററി ട്രക്കിൽ ഘടിപ്പിച്ച മൾട്ടി ബാരൽ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇവ ഒരേ സമയം 18 ഡ്രോണുകൾ വരെ വിക്ഷേപിക്കാൻ കഴിവുള്ളതാണ്. അച്ചൂക്ക് 150 എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ 30 മുതൽ 60 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളവയാണ്. അടുത്തത് ജോണറ്റ് JM1 ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്. ഇന്ത്യൻ പ്രതിരോധ സ്റ്റാർട്ടപ്പായ ജോണറ്റ് ടെക്നോളജി പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച അത്യാധുനിക ഡ്രോണാണിത്. 25 മുതൽ 30 മിനിറ്റ് വരെ വായുവിൽ തങ്ങി നിൽക്കാനും 5 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ ദൂരപരിധി വരെ പറന്നു ചെന്ന് ആക്രമിക്കാനും ഇതിന് സാധിക്കും. AI സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഇതിന് GPS ലഭ്യമാകാത്ത സാഹചര്യങ്ങളിലും ലക്ഷ്യം തെറ്റാതെ ആക്രമിക്കാനും ശത്രുക്കളുടെ ജാമറുകളെയും ഇലക്ട്രോണിക് ആക്രമണങ്ങളെയും പ്രതിരോധിച്ച് പറക്കാനുള്ള ശേഷിയുമുണ്ട്. അടുത്തതായി സ്കൈ സ്ട്രൈക്കർ ലോയിറ്ററിംഗ് മ്യൂണിഷൻ. ഇസ്രയേൽ പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസും ഇന്ത്യയിലെ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസും ചേർന്നുള്ള സംയുക്ത സംരംഭത്തിലൂടെയാണ് ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇവയ്ക്ക് 2 മണിക്കൂർ വരെ വായുവിൽ തങ്ങി നിന്ന് ശത്രുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. 5 മുതൽ 10 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇതിൽ ഘടിപ്പിക്കാം. ഇതുകൂടാതെ ഇസ്രായേലിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഹരോപ്പ്, ഹാർപി ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം ഇന്ന് ഉപയോഗിക്കുന്നു. ഭാവിയിൽ LRLM അഥവാ ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 1000 കിലോമീറ്റർ റേഞ്ചുള്ള 25 കിലോഗ്രാം വാർഹെഡും AI ടെക്നോളജിയും ആൻറ്റി ജാമിംഗ് സംവിധാനങ്ങളുമുള്ള അത്യാധുനിക കമിക്കാസെ ഡ്രോണുകൾ വികസന ഘട്ടത്തിലാണ്. അടുത്തതായി ശേഷ്നാഗ് 150 എന്നറിയപ്പെടുന്ന ഇന്ത്യ നിർമ്മിക്കുന്ന ദീർഘദൂര കമിക്കാസെ ഡ്രോണുകൾ AI അധിഷ്ഠിത സാങ്കേതിക വിദ്യയും 1000 കിലോമീറ്ററിലധികം ആക്രമണ പരിധിയും 25 മുതൽ 40 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുമുള്ളവയാണ്. ആൻറ്റി ജാമിംഗ് സംവിധാനവും GPS ഇല്ലാതെ തന്നെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള ശേഷിയും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ കഴിയും എന്നതുമാണ് ഇതിൻ്റെ പ്രധാന മറ്റു പ്രത്യേകതകൾ. അതുപോലെ മറ്റൊരു തന്ത്രപ്രധാന പദ്ധതിയാണ് ALPHA-S എന്നറിയപ്പെടുന്ന എയർ ലോഞ്ച്ഡ് ഫ്ലെക്സിബിൾ അസറ്റ് സ്വാം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയാണ് ALPHA-S. ശത്രുക്കളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടെ കൂട്ടമായി ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണിത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ബാംഗ്ലൂർ ആസ്ഥാനമായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജിയും സംയുക്തമായാണ് ഈ പദ്ധതി വികസിപ്പിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ ലക്ഷ്യം വെറും ഒരു പുതിയ ഡ്രോൺ നിർമ്മിക്കുക മാത്രമല്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ലോയിറ്ററിംഗ് മ്യൂണിഷനുകൾ, സ്വാം ഡ്രോൺ സിസ്റ്റം, ദീർഘദൂര മനുഷ്യരില്ലാ ആക്രമണ പ്ലാറ്റ്ഫോമുകൾ, സ്വദേശീയ സെൻസറുകൾ, സുരക്ഷിത ഡാറ്റാ ലിങ്കുകൾ, ആധുനിക പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു അൺമാൻഡ് കോമ്പാക്ട് എക്കോസിസ്റ്റം സൃഷ്ടിക്കുകയാണ്.
ആത്മനിർഭർ ഭാരത് പ്രതിരോധ നയത്തിന്റെ ഭാഗമായി ഇന്ത്യ പ്രതിരോധ മേഖലയിലെ സ്വദേശീയവൽക്കരണത്തിനും സാങ്കേതിക സ്വയം പര്യാപ്തതയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. ഇതൊരു പുതിയ ആയുധ വികസനം മാത്രമല്ല, ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പുതിയ സൈനിക ശേഷി രൂപപ്പെടുത്താനുള്ള ദീർഘകാല ദർശനമാണ്.